ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ ഇന്നത്തെ ദിവസം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ രചിച്ച സുവിശേഷം 12-ാം അധ്യായം 4-ാം തിരുവചനം. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സഹനങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിന്നെ പല രീതിയിൽ ഉപദ്രവിക്കുന്ന വ്യക്തികളുണ്ടാവും, നിന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. അവരെ നീ ഭയപ്പെടേണ്ട. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർക്ക് നിന്റെ ആത്മാവിനെ തൊടുവാനായിട്ട് സാധിക്കില്ല. നിന്റെ ദൈവം നിനക്ക് സംരക്ഷണം നൽകുന്നു. വിവിധങ്ങളായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നിന്നെ സംരക്ഷിക്കുവാനായിട്ട്, നിന്നോട് കരുണ കാണിക്കുവാനായിട്ട് നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നീങ്ങുവാനായിട്ടാണ് പറയുക. വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരിക്കലും ഇത്തരത്തിലുള്ള സഹനങ്ങളെ, മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങളെ ഒന്നും ഗൗനിച്ചിട്ടില്ല. ഒന്നും അവൾക്കതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവള് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് വിശ്വസിച്ചത്, കരുണാർദ്രമായ സ്നേഹം. എന്തൊക്കെ സംഭവിച്ചാലും, കാറ്റും കോളും ഒക്കെ ഉണ്ടായാലും എൻ്റെ ദൈവം എന്നെ പൊതിഞ്ഞു പിടിക്കും. ഒരു ശിശു എങ്ങനെയാണോ തൻ്റെ പിതാവിലേക്ക് നോക്കുക, പിതാവിനിലേക്ക് ആശ്രയിക്കുക, അതുപോലെ അവള് നല്ല ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. അതുകൊണ്ട് ഒന്നും അവളെ ഭയപ്പെടുത്തിയിരുന്നു. ഇന്ന് സുവിശേഷം നിന്നോട് പറയുക, ഭയപ്പെടേണ്ട. ഭയമില്ലാതെ ജീവിക്കാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾക്ക്. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ നിറ ചൈതന്യത്താൽ ഈ വ്യക്തിയെ നീ നിറയ്ക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട കൃപകളെല്ലാം നൽകണം. ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ഭയം കൂടാതെ ഒരു ശിശുവിനെ പോലെ നിന്നെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനുള്ള ധൈര്യവും ജ്ഞാനവും നീ നൽകണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.